നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. ഇന്ന് ആരൊക്കെ പുറത്താകും? നമ്മുടെ അൺഒഫീഷ്യൽ പോളുകളും നമ്മുടെ പോളുകളൊക്കെ നോക്കിക്കണ്ട് ആരായിരിക്കും ഇന്ന് പുറത്താകുന്നത്? ഏതാണ്ട് ഒരു 90% നമുക്ക് വിശ്വസിക്കാം ഈ ഞാൻ പറയാൻ പോകുന്നവരായിരിക്കാം പുറത്തു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയുള്ള എവിക്ഷനിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ 11 പേരാണ്. അതിനു മുമ്പ് ഞാൻ പറയാം, ഇന്ന് മിക്കവാറും ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും നാളെയും കൂടി ആയിട്ട് 2 പേര് പുറത്താകാനുള്ള ചാൻസസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എന്നുള്ളതിനെ കുറിച്ചും ഞാൻ സംസാരിക്കാം. ആദ്യം പറയുകയാണെങ്കിൽ ഇന്ന് 11 പേരാണ് നോമിനേഷൻ ഉണ്ടായിരുന്നത്. അതായത് ലക്ഷ്മി, സാബുമേൻ, ജിഷിൻ, അനീഷ്, ആര്യൻ, ജിസേല്, അക്ബർ, ഷാനവാസ്, അഭിലാഷ്, ആദില, ബിന്നി, ഇത്രയും പേരാണ് സത്യം പറഞ്ഞാൽ നോമിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ പോൾ ആയിക്കോട്ടെ, യൂട്യൂബ് പോൾ ആയിക്കോട്ടെ, അവിടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 3യിൽ നിൽക്കുന്നത് നമുക്കറിയാം. അനീഷാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സെക്കൻഡ് ഷാനവാസ് ഉണ്ട്. 3ാം സ്ഥാനത്ത് ലക്ഷ്മിയുണ്ട്. ആ ഒരു കടന്നുകയറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ, ബിഗ് ബോസ് മലയാളത്തിൽ നമുക്ക് കാണുന്നത് ആരെങ്കിലും ഒരു LGBTQ കമ്മ്യൂണിറ്റിയെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ടോപ്പ് 5ലാണ്. മനസ്സിലായോ? ആൾക്കാര് വോട്ടിട്ട് കൊടുക്കും, പിന്നെ ഒന്നും ചെയ്യണ്ട. അത് അഭിഷേക് ശ്രീകുമാറിന്റെ കേസായിക്കോട്ടെ, ലക്ഷ്മി ആയിക്കോട്ടെ, വേറെ ഒന്നും ചെയ്യേണ്ടില്ല. അവർക്കൊന്ന് എതിർത്ത് പറഞ്ഞാൽ മാത്രം മതി, അവർ ടോപ്പ് 5ലാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ പിന്നീട് എന്താണ്, അവൻ അന്ന് തൊട്ടല്ലോ, അവൻ ബിഗ് ബോസിന് വരുന്ന മുമ്പേ അവൻ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റി എതിരായിട്ട് പോസ്റ്റ് ഇടുകയും ഒക്കെ പറയുകയൊക്കെ ചെയ്ത് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ലക്ഷ്മി എനിക്ക് തോന്നുന്നു ഇത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതായിട്ടാണ് എനിക്കത് ഫീൽ ആവുന്നത്. അതായത് അഭിഷേക് ശ്രീകുമാർ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നീ ഒന്നും ചെയ്യേണ്ട, ഇവിടെ വന്ന് ഇവർക്കെതിരായിട്ട് 2 സെന്റൻസ് അങ്ങ് പറഞ്ഞാൽ മതി, കൂടിപ്പോയി കഴിഞ്ഞാൽ നിനക്കൊരു എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു 2 ആഴ്ച നോമിനേഷൻ കിട്ടും, ഇത്ര തന്നെ, വേറെ ഒന്നും സംഭവിക്കാൻ. പക്ഷെ അതിനുശേഷം ഈ പറയുന്ന കുറെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, ഇവരെ വെറുക്കുന്ന ഓഡിയൻസ് ഉണ്ട്. ഈ ഒരു സംഭവം വേണ്ട എന്ന് പറയുന്ന നല്ലൊരു ശതമാനമുണ്ട്. അവരുടെ വോട്ട് കിട്ടും എന്നതിന് വേണ്ടിയിട്ട് വെറുതെ വന്നൊന്ന് പറഞ്ഞതെന്നല്ലാതെ വേറെ ഒന്നും ഇതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനുശേഷം നെവിനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. നെവിനാണ് എന്റെ ഏറ്റവും പിന്നീട് എന്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, പരസ്പര വിരുദ്ധമായ. ഒരിടത്ത് പറയുന്നു എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു, നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു, പിന്നെ അടുത്തത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് നെവിനാണെന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ, അപ്പം ലാലേട്ടൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇവളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ടോപ്പ് 3യിൽ വരാണ്ടെന്ന ഒരു അർഹതയും ലക്ഷ്മിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ ഗെയിം കളിക്കുക, സംസാരിക്കുമെന്നോ എന്നുള്ളതല്ലാതെ ടോപ്പ് 3യിലേക്ക് ചിലപ്പോൾ 1-2 ആഴ്ചയും കൂടി പോകാനുള്ള ഒരു കണ്ടന്റ് തരുന്നുണ്ട്, അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് പറയാം. പക്ഷെ ടോപ്പ് 3യിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പറയുന്ന പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടാണ്. ഈ LGBTQ എതിരായിട്ട് എന്തെങ്കിലും പറയുക, ടോപ്പ് 5ൽ കടന്നു വിടുക. അതാണ് ഇനിയിപ്പോ അങ്ങോട്ട് വരുന്ന ബിഗ് ബോസിന്റെ സീസണുകളും ഇത് ആവർത്തിക്കും. നിങ്ങളെല്ലാം എഴുതി വെച്ചു, ഇത് ആവർത്തിക്കും. അപ്പൊ ടോപ്പ് 3യില് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനീഷ്, ഷാനവാസ്, ലക്ഷ്മി, പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദില ആയിക്കോട്ടെ, ജിസേല്, ഈ പറയുന്ന ആരാണ്, അക്ബർ, ഇവരൊക്കെ ഒരുവിധം, ജിഷിൻ, ഇവരൊക്കെ ഒരുവിധം എന്താണ് സേഫ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആദ്യം ജിസേല് ആര്യനെക്കാട്ടി വോട്ട് കുറവാണെങ്കിലും പിന്നീട് ജിസേലിന് വോട്ട് കയറിയിട്ടുണ്ട്. ആര്യനും ഇനി അവസാന ടോപ്പ് 3 ബോട്ടം 3യില് നിൽക്കുന്ന 3 പേര് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്നി, സാബു, അഭിലാഷ്, ഈ 3 പേരാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. അതായത് ബിന്നി, സാബുമാൻ, അഭിലാഷ്, അതിന്റെ കൂടെ തന്നെ ആര്യനും ഉണ്ട്. നമുക്ക് ആര്യൻ എന്തായാലും മാറ്റി നിർത്താം, കാരണം ആര്യൻ ഒരിക്കലും പുറത്താകില്ല എന്നുള്ളതാണ്. അപ്പോൾ ആര്യനെ മാറ്റി നിർത്താം. ഇവിടെ ബിന്നി, അഭിലാഷ്, സാബുമാൻ, ഇതിനകത്ത് ഈ 3 പേരിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബിന്നിക്കാണ് ഈ 3 പേരെയും അപേക്ഷിച്ച് കുറച്ചുകൂടി വോട്ടുള്ളതായിട്ട് നമുക്ക് അൺഒഫീഷ്യൽ പോളുകൾ കാണുന്നു. അപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന 2 പേര് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യനും സാബുമോനും ഈ പറയുന്ന അഭിലാഷുമാണ്. അഭിലാഷും അപ്പം അതിലും ഏറ്റവും കൂടുതൽ കുറവാണെന്ന് വെച്ചാൽ അഭിലാഷാണ്. എല്ലാ പോളുകളിലും ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം നമ്മൾ കാണുന്നത് അഭിലാഷായിരിക്കും. സത്യം തന്നെ ആയിരിക്കും, കാരണം അഭിലാഷ് നല്ലൊരു മത്സരാർത്ഥിയാണ്. പക്ഷേ എന്താണ്, ചിലപ്പോഴൊക്കെ വന്നിങ്ങനെ കത്തി പടർന്നു വരും, പിന്നെ അതുപോലെ അണഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ് അഭിലാഷിനുള്ളത്. അതുകൊണ്ട് തന്നെ അഭിലാഷ് പോകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇന്നെന്തായാലും നോ വിക്ഷൻ വെക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം അടുത്ത ആഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നു ഫാമിലി വീക്കൊക്കെ വരും എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഉള്ളവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമായിരിക്കും. അപ്പോ
അഭിലാഷ് എന്തായാലും പോകും. ഇനി അടുത്ത ഡബിൾ എവിക്ഷൻ കാണാൻ ഉള്ള ചാൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എവിക്ഷൻ ഇന്ന് വെക്കും, അല്ല ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നാൻ കാരണം, അതായത് ഇപ്പോഴാണ് അല്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മുടെ സാബുമോൻ 5ാം പൊസിഷനിലും 6ാം പൊസിഷനിലൊക്കെ നിന്നതുകൊണ്ട് ഇവർക്ക് ഡബിൾ എവിക്ഷൻ വെച്ചാലും സാബുമോൻ പുറത്തു പോകുന്ന ഒരു സ്ഥിതിയിലല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു പോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ അഭിലാഷിന്റെ കൂടെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സാബുമോനാണ്. ഇപ്പൊ ഇവര് സാബുമോനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലേ, ഇപ്പൊ സാബുമോനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ പുറത്താക്കാൻ പറ്റില്ല എന്ന് വരും. മനസ്സിലാവും? എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രതിമ പോലെ നിന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു സഹതാപം തോന്നി വോട്ട് കൊടുത്തതാണ്. അപ്പൊ ഈ ആഴ്ച നോക്കുമ്പോൾ അഭിലാഷിന് തൊട്ട് പിറകിലായിട്ട് സാബുമോൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴൊരു ഡബിൾ എവിക്ഷൻ വെച്ച് സാബുമോനെയും കൂടി സാബുമോനെ പുറത്ത് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സാബുമോൻ എന്തെങ്കിലും അവിടെ കണ്ടന്റ് തരുന്നില്ലല്ലോ. നമുക്ക് നല്ലൊരു മനുഷ്യനായിരിക്കും, പക്ഷെ നമുക്ക് ബിഗ് ബോസിന് കണ്ടന്റ് വേണം. വെറുതെ ചിരിച്ച് കളിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു സംഭവം തന്നെ കൃത്യമായിട്ട് സംസാരിക്കാനും കൂടി പുള്ളിക്ക് അറിഞ്ഞിട്ട് എന്ത് ഉദ്ദേശത്തിനാണ് സാബുമോനെ എടുത്തതെന്നും എനിക്കറിയത്തില്ല. ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല സാബുമോൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാബുമോനെ ഇപ്പൊ പുറത്താക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡബിൾ എവിക്ഷൻ ഉണ്ടാവും. അപ്പോ അങ്ങനെയാണെങ്കിൽ സാബുമാനും ഈ പറയുന്ന അഭിലാഷും പുറത്താകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവാനാണ് ചാൻസസ് വളരെ കൂടുതൽ. ഇന്ന് ഒരാളെ പുറത്താക്കുകയും നാളെ മറ്റൊരാളെ പുറത്താക്കുകയും കൂടി ചെയ്യും എന്നാണ് തോന്നുന്നത്. അല്ലാതെ മറ്റാരും ഈ ബെന്നി നമുക്കറിയാം പണ്ടപ്പോഴേ ചിലപ്പോഴൊക്കെ നമ്മുടെ അൺഒഫീഷ്യൽ പോളുകളിൽ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ പറയുന്നതാണ് അൺഒഫീഷ്യൽ പോളുകളിൽ വേണമെങ്കിൽ നമുക്ക് പോയി പോൾ ചെയ്യാം. എത്ര പോൾ വേണം ചെയ്യാൻ പറ്റുന്നതാണ് അൺഒഫീഷ്യൽ പോളുകൾ. പണ്ടൊക്കെ നമുക്ക് ഭയങ്കര നമ്മൾ ഞെട്ടിക്കുന്ന കുറെ എവിക്ഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുതന്നെ ബെന്നിയെ നമ്മളൊരു എവിക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ ചാൻസ്, കൂടുതൽ പോസിബിലിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നോക്കിയാലും ഏത് പോൾ നോക്കിയാലും അഭിലാഷ് എന്തായാലും ഒരു എവിക്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ കൂടി അത് അഭിലാഷ് ആയിരിക്കും എന്നുള്ളതാണ് എല്ലാ പോളുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അഭിലാഷ് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇന്നലത്തെ ലൈവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഭിലാഷിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അഭിലാഷ് പറയും ചിലപ്പോൾ ഞാൻ നാളെ പോകുമായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ അഭിലാഷ് പറയുന്നതൊക്കെ അവർ വീണ്ടും എടുത്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അഭിലാഷ് ഒരാള് പൂർണ്ണമായിട്ടും എവിക്റ്റ് ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റിൽ സാബുമാൻ ആണെങ്കിൽ സാബുമാനെ പുറത്താക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു അവസരം ഈ പറയുന്ന ബിഗ് ബോസിനോ അവരുടെ ക്രൂ മെമ്പേഴ്സിനോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എവിക്ഷൻ വെച്ച് കണ്ടന്റുകളൊന്നും തരാതെ വാഴകളായിട്ട് അവിടെ ഇരിക്കുന്നവരെ പുറത്താക്കാനാണ് അവരുടെ ആഗ്രഹമെങ്കിൽ സാബുമോനെയും കൂടി എന്ത് ചെയ്യും, പുറത്താക്കിക്കൊണ്ട് ഡബിൾ എവിക്ഷൻ വെക്കും. അതല്ല സാബുമോൻ സെക്കൻഡ് ലാസ്റ്റ് അല്ല എന്ന് കരുതിക്കോ, നമ്മുടെ ഈ പോളുകളിലാണ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്നത്. അതല്ല സെക്കൻഡ് ലാസ്റ്റ് ആരെയോ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇവർ ഡബിൾ എവിക്ഷൻ വെക്കത്തില്ല. അവരെ ഒരു സിംഗിൾ എവിക്ഷൻ വെച്ചുകൊണ്ട് അഭിലാഷിനെ പുറത്തിട്ടിട്ട് ഒരു സിംഗിൾ എവിക്ഷനിൽ നിൽക്കും. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇത് സാബുമോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ വെക്കുന്ന ഒരു എവിക്ഷൻ ആയിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അഭിലാഷ് പോകുമെന്ന് നമുക്ക് ഒരു 100% നമുക്ക് ഉറപ്പിക്കാം. അതിന്റെ കൂടെ സാബുമോനും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.